മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ മഹാസിനിമ എമ്പുരാൻ്റെ ടീസർ ഇന്നലെ മമ്മൂട്ടി ലോഞ്ച് ചെയ്തു. അതിൽ നിരവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ, സംവിധാന രംഗത്ത് മൂന്നാമത്തെ സിനിമ, അത് മഹാസംഭവമാക്കി മാറ്റിക്കൊണ്ട് മാർച്ച് 27 റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പ്രചരണ രീതിക്കാണ് തുടക്കമിട്ടത്. ആദ്യമായിട്ടൊരു വലിയ തിയേറ്റർ, ഏറ്റവും വലിയ തിയേറ്ററിൽ, ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട തിയേറ്ററിലാണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് ചെയ്യുന്ന ആലോചിക്കണം. അത് എറണാകുളത്ത് മാത്രമല്ല, കൊല്ലത്തായാലും മറ്റ് സ്ഥലങ്ങളിലായാലും വലിയ തിയേറ്ററുകളിലാണ് ഫാൻസുകാരടക്കമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നത്. തീർച്ചയായും ഈ ടീസർ കണ്ടവരൊക്കെ സിനിമ കാണും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അവർ മാത്രമല്ല, അവർക്ക് പരിചയമുള്ളവരോട്, കുടുംബാംഗങ്ങളോടൊക്കെ ഈ സിനിമ കാണാൻ പറയും. എത്രയും പെട്ടെന്ന്, അതായത് പലരും പറഞ്ഞത് എന്തിനാണ് മാർച്ച് 27 പോകുന്നത്, അതിനു മുമ്പ് ഫെബ്രുവരിയിലായിക്കൂടെ, അങ്ങനെ എന്തിന് ഇത്ര നേരത്തെ ടീസർ ലോഞ്ച് ചെയ്ത്, ഞങ്ങൾക്ക് ഈ ടീസർ കണ്ടത് കൊണ്ട് തന്നെ ഇരിക്കപ്രതിയില്ലാതായിരിക്കുന്നു. ലൂസിഫർ ആണ് ഏറ്റവും വലിയ സിനിമ എന്ന് വിചാരിച്ച് ഞങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഈ എമ്പുരാൻ വന്നിരിക്കുന്നത് ആലോചിക്കണം. അപ്പം എമ്പുരാൻ കാണാൻ കാത്തിരിക്കുകയാണ് ആലോചിക്കണം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിലെ ടീസർ പുറത്തിറക്കി. ആ പുറത്തിറക്കിയപ്പോൾ ഒരു പ്രത്യേകത, മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ആശീർവാദിൻ്റെ ബാനറിൻ്റെ 25ാമത്തെ വർഷം തന്നെയാണെന്ന് ആലോചിക്കണം. ആദ്യത്തെ സിനിമ 25 വർഷം മുമ്പ് ഷാജി കൈലാസ് സംവിധാനൻ്റെ നരസിംഹം. ആ നരസിംഹത്തിൽ മമ്മൂട്ടി വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രം ചെയ്തിരുന്നു. മാരാർ എന്നുള്ള കഥാപാത്രം ചെയ്തിരുന്നു. ഇപ്പോഴും മമ്മൂട്ടി വന്നിരുന്നപ്പോൾ പറഞ്ഞു കേൾക്കുന്ന രഹസ്യങ്ങളിൽ ഒന്ന്, ഈ 25ാം വർഷത്തിലെ ഈ സിനിമയിൽ ഈ മമ്മൂട്ടി ഇതിൽ ഒരു റോള് അഭിനയിക്കുന്നുണ്ട് എന്നാണ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നത്. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമ, അതായത് ഇതൊരു തുരുപ്പ് ചീട്ടാണെന്ന് ആലോചിക്കണം. ഇത് ഒറിജിനൽ, ഇതിൻ്റെ കഥ കൂടുതൽ നടക്കുന്നതും വിദേശത്താണെന്ന് ആലോചിക്കണം. ആക്ഷൻ രംഗങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാലോചിക്കണം. അതായത് ഒരു ഇംഗ്ലീഷ്, ഒരു ഹോളിവുഡ് സിനിമ ആസ്വദിക്കാവുന്ന ടേക്കിങ്സ്, എഡിറ്റിങ്, എല്ലാവിധ ചട്ടക്കൂട്ടുകൾ ധരിച്ചുകൊണ്ട് തീരെ ലാഗില്ലാതെയാണ് എമ്പുരാൻ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു പണം വാരി പടമാണെന്നുള്ള പ്രചരണം ആദ്യമേ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച്, മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള സിനിമയ്ക്ക് പ്രദർശനമൊന്നും കിട്ടിയിട്ടില്ല, അത് നീണ്ടുപോകുന്നു. അതിനെക്കുറിച്ചുള്ള അപഖ്യാതികളും ഖ്യാതികളും ഇടകലർന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മതി, തുടരും എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണത്. അപ്പം അത് പറയുന്നത് മോഹൻലാലിന് ഒരു കം ബാക്ക്, അതാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു വരവ് തന്നെയാണ്. എല്ലാ രീതിയിലും മോഹൻലാലിന് തിരിച്ചു വരവ് കൊടുക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് ആലോചിക്കണം. അതിൽ ഖുറേഷി എന്നുള്ള കഥാപാത്രമാണ് എല്ലാവരും പ്രതീക്ഷ കാത്തിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ലൂസിഫർ ഉണ്ടാക്കിയ ഒരു ഇമേജ്, അതിൻ്റെ ഇമേജിൻ്റെ ആ സിനിമയുടെ അവസാന നിമിഷത്തിൽ ഒരു രംഗം 2ാം ഭാഗത്തിലെന്ന പോലെ ഖുറേഷി എന്നുള്ള കഥാപാത്രമായി മോഹൻലാൽ വരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചെന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു 3ാം ഭാഗം വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 3ാം ഭാഗം വരുവാണെങ്കിൽ പറഞ്ഞു കേട്ട രീതി അനുസരിച്ചുകൊണ്ട് മാർച്ച് 27 ഈ സിനിമ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ 3ാമത്തെ ടൈറ്റിലും അവർ അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് 2ാം ഭാഗമുണ്ട് എന്ന് പൃഥ്വിരാജ് മുമ്പൊന്നും പറഞ്ഞിരുന്നില്ല. ഈ പടം വിജയത്തിലേക്ക് കുതിച്ചപ്പോഴാണ് 2ാം ഭാഗത്തെക്കുറിച്ച് അവർ ചിന്തിച്ചതും പറഞ്ഞതെന്ന് ആലോചിക്കാം. ഇപ്പോൾ അങ്ങനെ സംശയം അവർക്കില്ല. കാരണം ഇതൊരു പൊടിപാറുന്ന, തീപ്പാറുന്ന അങ്ങനെ ഒരു വലിയ സിനിമയായി മാറും. അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ആദ്യം ഷോ കണ്ടവരെല്ലാം വീണ്ടും വീണ്ടും ഈ സിനിമ കാണും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ കണക്കുകൂട്ടലുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ഭാഷകളിലാണ് ഇപ്പോൾ. 5 ഭാഷകളിൽ ഈ സിനിമ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ പൃഥ്വിരാജിന്
ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം വളരെ പേരുള്ള ആളെന്ന് ആലോചിക്കണം. അങ്ങനെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് താനൊരു കഠിനാധ്വാനിയാണ്, പറഞ്ഞതുപോലെ ചെയ്യും. അതാണ് പൃഥ്വിരാജിൻ്റെ ഒരു മിടുക്കെന്ന് ആലോചിക്കണം. അത് ഒരു കോംപ്രമൈസും പൃഥ്വിരാജിനില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പ്രായ വ്യത്യാസം നോക്കാതെ അഭിപ്രായം കൃത്യമായിട്ട് പറയുന്ന, അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന, അത് നടപ്പിലാക്കുന്ന ഒരു ചെറുപ്പക്കാരെന്നുള്ള പേര് പൃഥ്വിരാജ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇതിലെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യും അഭിനയിക്കുകയും മാത്രമല്ല, ഇതിലൊരു ഇംഗ്ലീഷ് ഗാനം കൂടി എഴുതിയിരിക്കുകയാണെന്ന് ആലോചിക്കണം. ആ ഇംഗ്ലീഷ് ഗാനം കേൾക്കുമ്പോൾ പറയാൻ കാരണം, ഇത് സുപരിചിതനായ എഴുതി തഴമ്പിച്ച ഒരാൾ എഴുതിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ തോന്നുമ്പോൾ ഇത് പൃഥ്വിരാജ് എഴുതിയതാണ് എന്ന് മനസ്സിലാക്കണം. അത് പാടിയതാകട്ടെ പൃഥ്വിരാജിൻ്റെ ചേട്ടൻ്റെ മകൾ പ്രാർത്ഥന, ഇന്ദ്രജിത്ത്. അപ്പോൾ അത് അതിമനോഹരമായി പ്രാർത്ഥന പാടിയിട്ടെന്ന് ആലോചിക്കണം. അതായത് സുപരിചിതയായ ഒരു ഗായികയെ പോലെ. ഇപ്പം നമ്മൾ ശ്രേയാ ഘോഷൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ഒരു സുഖത്തിൻ്റെ രീതിയിലാണ് ഈ ഇംഗ്ലീഷ് ഗാനം പാടിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു സിനിമയിലൂടെ പൃഥ്വിരാജുണ്ട്, ഇന്ദ്രജിത്തുണ്ട്, ഇന്ദ്രജിത്തിൻ്റെ മകളുണ്ട്. ഇനിയും ഇവർ ഒളിപ്പിച്ച രഹസ്യങ്ങളിൽ മല്ലിക സുമാരം ഉണ്ടോ എന്നറിയില്ല, ഉണ്ടോ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ കുടുംബത്തിൻ്റെ പ്രഗത്ഭരായ എല്ലാവരും വന്നിരിക്കുന്നു. ഈ കുട്ടിയെ പ്രാർത്ഥനയെ ഒരു നല്ല പിന്നണി ഗായി അയക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ആ കുട്ടി വിദേശത്ത് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു കുടുംബ ചിത്രം എന്ന് പറയുമ്പോഴോടൊപ്പം തന്നെ ഏവർക്കും അടുത്ത സിനിമയിലേക്ക് കൂടി ഒരു പ്രൊമോഷൻ കൂടിയാണ് ഈ എമ്പുരാൻ നൽകിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ എമ്പുരാൻ്റെ കഥയിലെ വിശദാംശങ്ങളല്ല അവിടെ പ്രത്യേകിച്ചുള്ളത്. നിങ്ങൾ ആ സിനിമ കാണാൻ പോയി ഇരിക്കുമ്പോൾ തൊക്കെ നെഞ്ചിടിപ്പുണ്ട്. ഇത് സിനിമ കാണുമ്പോൾ ആ നെഞ്ചിടിപ്പ് കൂടി 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 വന്ന് അവസാനിക്കുമ്പോഴുള്ള ഒരു ആശ്വാസമുണ്ട്. ഒരു ആശ്വാസത്തോടെ പറയില്ലേ. അപ്പോൾ അതിനു വേണ്ടി നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി കാണണം, വീണ്ടും ഒരിക്കൽ കൂടി കാണണം, ഇനിയൊരിക്കൽ കൂടി കാണണം. അങ്ങനെ പറഞ്ഞ് ഈ എമ്പുരാനെ ഒരു വഴിക്കാക്കാൻ തന്നെയാണ് പ്രേക്ഷകരും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല സിനിമ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ, ഇന്ത്യയിലെ അപൂർവം വിരലുണ്ടാവുന്ന വില കൂടിയ സിനിമകളിൽ ഒന്ന്, അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമെന്ന് ആലോചിക്കണം. അങ്ങനൊരു സിനിമ ഉണ്ടാക്കിയത് ഒരു മലയാളിയാണ്. അതായത് സുകുമാരൻ്റെ മകനാണ്, മല്ലികയുടെ മകനാണ്. ആദ്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പൃഥ്വിരാജ് ഇവിടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണെന്ന് ആലോചിക്കണം. ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന് വീണ്ടും ഈ രംഗത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഓരോ കണക്ക് കൂട്ടലുകളാണ്. ഞാൻ ഇത്ര വർഷം കഴിയുമ്പോൾ നടൻ എന്നതിൽ പ്രശസ്തനായും, അത് കഴിഞ്ഞ് സംവിധാനം ചെയ്യും, അത് കഴിഞ്ഞ് നിർമ്മാതാവും. ഇപ്പം നിർമ്മാതാവ് എന്ന നിലയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. പണം വാരിക്കൊണ്ടിരിക്കുന്നു. സംവിധാനം ആദ്യത്തെ ലൂസിഫറിലൂടെ തന്നെ മറ്റൊരു സംവിധാനം കിട്ടാത്ത രീതിയിലുള്ള പേരും കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻ എന്നുള്ള പേരുള്ള ശരിക്ക് ജോഷിക്കും വിജി തമ്പിക്കൊക്കെയാണത്. അപ്പോൾ ജോഷിയുടെ ഒരു സിനിമ കാണാൻ പോയിരുന്നു. ജോഷി അങ്ങനെയുള്ള സിനിമ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും ഷോർട്സുകളെല്ലാം കാണിക്കുന്നു. അങ്ങനെ ജോഷിയാണ് മലയാളത്തിലെ നല്ല ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ഡയറക്ടർ എന്നുള്ള പ്രചരണവും നമുക്കുണ്ടായിരുന്നു. കാരണം ജോഷി അതിനു വേണ്ടി ഓരോ സിനിമ കഴിയും തോറും, പുതിയൊരു തുടങ്ങുമ്പോഴും തൻ്റെ അടുത്ത സിനിമ എങ്ങനെയായിരിക്കണം, കഥ എന്തായാലും എങ്ങനെയായിരിക്കണം ശരിക്ക് പഠിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരുന്നേക്കണം. ഇപ്പോൾ നമുക്കിതാ ഇപ്പോൾ ജോഷി അടക്കം വന്ന് ഇന്നലത്തെ പരിപാടിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ജോഷിയെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് എമ്പുരാൻ്റെ ഷോർട്സുകൾ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയായിരിക്കട്ടെ, കാരണം നല്ല സിനിമകൾ വരട്ടെ, വിജയിക്കട്ടെ എന്നുള്ളതാണ്. കാരണം നമുക്ക് ആരെയും ചെറുതാക്കി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ പരസ്യം കൊടുത്തിരിക്കുന്നത് ഇത് വെറും ഒരു സിനിമയല്ല. എന്നാൽ പൃഥ്വിരാജ് പറയും ഇതൊരു ചെറിയ സിനിമയാണ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ചെറിയ സിനിമയാണ് എന്ന് പറയുമ്പോൾ പോലും മൊത്തത്തിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു മഹാസിനിമയാണെന്നുള്ളത്. അങ്ങനെ എമ്പുരാൻ ഒരു മഹാസിനിമയായി മാറട്ടെ. എമ്പുരാൻ്റെ ഒരു മൂന്നാം ഭാഗം അതിനേക്കാൾ മഹാസിനിമയായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.